മനീഷ്, മേപ്പാടി CSCയിലേക്കാണ് മൃതദേഹങ്ങൾ പലതും എത്തിക്കുന്നത്. നേരത്തെ നിലമ്പൂരിൽ നടക്കമുള്ള മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് അറിയിക്കുകയും ചെയ്തിരുന്നു. അവിടെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള മൃതദേഹങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ അവിടത്തേക്ക് എത്തിക്കുന്നുണ്ടോ? എന്താണ് നിലവിലെ ആശുപത്രിയിലെ സ്റ്റാറ്റസ്? പ്രജിൻ, അശ്മി, നമുക്കിവിടെ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 246 ആകെ മരണം. അതായത് ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 117 മൃതദേഹങ്ങളാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മരിച്ചിട്ടുള്ളത്. മുണ്ടക്കയിൽ നിന്ന് ഇന്ന് മാത്രം കണ്ടെടുത്തത് 24 മൃതദേഹങ്ങളാണ്. ആംബുലൻസുകൾ, അതായത് നിലമ്പൂരിൽ നമുക്കറിയാം 91 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 98 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്നും ഇപ്പോൾ 20 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ആകെ 246 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിംസിലുള്ളത് 12 മൃതദേഹങ്ങളാണ്. അവിടെ മരിച്ച ആളുകൾ എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെ 246 മരണമാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. മുണ്ടക്കയിലും അതുപോലെ തന്നെ ചുരുളമലയിലും ഒക്കെ തെരച്ചിൽ തുടരുന്നുണ്ട്. മലപ്പുറത്താണെങ്കിൽ നിലമ്പൂരാണെങ്കിലും ഒക്കെ തിരച്ചിൽ തുടരുന്നുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ, അതായത് നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ വേഗത്തിലാണ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. അതായത് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ സ്വീകരിക്കുക, വളരെ വേഗത്തിൽ തന്നെ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നൊരു നില തന്നെയാണ്. 6-5 വരെയുള്ള കണക്കുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. 117 മൃതദേഹങ്ങളാണ് ഇവിടെ, അതായത് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഉള്ളത് 117 പേരാണ്. അതിൽ 9 ബോഡി പാർട്സുകൾ കൂടി നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പലരെയും തിരിച്ചറിയാത്ത നില ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരിക്കും. മേപ്പാടി CHCകളിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. മേപ്പാടി CHC എന്ന് പറയുന്നത് ഈ സങ്കടങ്ങളുടെ ഒരു ബിന്ദു എന്ന് പറയാമെങ്കിൽ മേപ്പാടി CHC ആണ്. അങ്ങോട്ടേക്കാണ് കൂടുതൽ മൃതദേഹങ്ങൾ വരുന്നത്. നേരത്തെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ആ മൃതദേഹങ്ങൾ കൂടി മേപ്പാടി CHCയിലേക്ക് നേരത്തെ എത്തിച്ചിരുന്നു. അവിടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ താമസം വിനാ പൂർത്തിയാക്കി പരമാവധി വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്.